ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SSC JEE എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. 2025 നടക്കാൻ പോകുന്ന SSCൻ്റെ എല്ലാ എക്സാമിൻ്റെയും കലണ്ടർ പബ്ലിഷ് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ കുറിച്ച് കാണാൻ കഴിയും. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് 5 ഓഗസ്റ്റിനാണ് അഡ്വർടൈസ്മെൻറ്റ് വരിക. അതേപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് 28 ഓഗസ്റ്റിനാണ് ക്ലോസിംഗ് ഡേറ്റ് വരിക. എക്സാം എപ്പോഴാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ഒക്ടോബർ നവംബറിലാണ് CBT 1 എക്സാം നടക്കുക. അടുത്തതായി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? വേക്കൻസി ഡീറ്റെയിൽസ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. SSC JEE എക്സാമിൻ്റെ സിലബസ് നോക്കുന്നുണ്ട്, കട്ട് ഓഫ് നോക്കുന്നുണ്ട്, സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്ന് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ് എത്രയാണ് വരുന്നതെന്ന് നോക്കുന്നുണ്ട്. പിന്നെന്താണ്? സ്ട്രാറ്റജി, നമുക്ക് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. പിന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്നും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ? അടുത്ത സ്ലൈഡിൽ എന്താണ്? വേക്കൻസി നമുക്ക് നോക്കാം. 2 വർഷം മുന്നേ വരെയുള്ള വേക്കൻസി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്? 2023 സിവിലിൽ എത്രയാണ് വന്നിട്ടുള്ളത്? 1145 വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കലും ഇലക്ട്രിക്കലും കൂടി കുറവാണ് വന്നിട്ടുള്ളത്. 229 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 2023 എത്രയാണ്? 1374 വന്നിട്ടുള്ളത്. ഇനി നമുക്ക് 2024 നോക്കാം. 2024 സിവിലിൽ 1264 വേക്കൻസി വന്നു. പിന്നെ അതേപോലെ തന്നെ മെക്കാനിക്കലും ഇലക്ട്രിക്കലും കൂടി 501 വേക്കൻസി വന്നു. ഇവിടെ കൂടിയിട്ടുണ്ട്, ഇരട്ടി ആയിട്ടുണ്ടല്ലോ ഏകദേശം. അപ്പോൾ നമ്മൾ ടോട്ടലി നോക്കുവാണെങ്കിൽ 1765 വേക്കൻസിയാണ് 2024 വന്നത്. അപ്പോൾ 25 നമുക്ക് ഏകദേശം ഒരു 2000 വേക്കൻസി പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കി നോക്കാം. അടുത്തത് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. SSC JEE എക്സാം മെയിനായിട്ട് 3 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് സിവിലിലാണ്. രണ്ടാമത് ഇലക്ട്രിക്കലും മെക്കാനിക്കലുമാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോ ഓർഗനൈസേഷൻസ് നോക്കി നോക്കാം. എവിടെയൊക്കെയാണ് നമുക്ക് ജോലി ഉണ്ടാവുക? മെക്കാനിക്കലും ഇലക്ട്രിക്കലും അതേപോലെ തന്നെ സിവിലും പാസ്സായിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് ജോലി കിട്ടുക? ഫസ്റ്റ് ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ ആർക്കൊക്കെ ജോലി ഉണ്ടാവും? സിവിലിനും ഉണ്ടാവും, ഇലക്ട്രിക്കലിനും ഉണ്ടാവും, മെക്കാനിക്കലിനും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ പബ്ലിക് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലോ സിവിലിനുണ്ട്, ഇലക്ട്രിക്കലിനുണ്ട്. സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിൽ ആർക്കൊക്കെയാണ് വേക്കൻസി വരുന്നത്? സിവിലിനും ഉണ്ട്, ഇലക്ട്രിക്കലിനും ഉണ്ട്, അതേപോലെ തന്നെ മെക്കാനിക്കലിനും ഉണ്ട്. പിന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ ആർക്കാണ് വേക്കൻസി വരുന്നത്? സിവിലിനുണ്ട്, മെക്കാനിക്കലിനുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷ്യൂറൻസിൽ ആർക്കാണ് വരുന്നത്? മെക്കാനിക്കലും ഇലക്ട്രിക്കലും ആണ് വരുന്നത്. പിന്നെ ഫർക്ക ബാരേജ് പ്രോജക്റ്റിൽ ആർക്കാണ് വരുന്നത്? സിവിലിനും ഇലക്ട്രിക്കലിനുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള 13 ഓർഗനൈസേഷനാണ് നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? എലിജിബിലിറ്റി ആൻഡ് ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ്. എലിജിബിലിറ്റി എന്താണ്? SSC JEE എക്സാമിന് ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് എല്ലാവർക്കും SSC JEE എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് www.ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മിനിമം ഏജ് നോക്കുകയാണെങ്കിൽ എത്രയാണ് വരുന്നത്? 18 വയസ്സാണ്. പിന്നെ കാൽക്കുലേറ്റർ നമുക്ക് അലൗഡ് ആണ്. അത് CBT 2 എക്സാമിന് മാത്രമാണ് കാൽക്കുലേറ്റർ അലൗഡ് ആയിട്ടുള്ളത്. CBT 1 നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റൂല. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ്? റിക്വയർമെൻറ്റ് ഓഫ് എക്സാം. നമ്മുടെ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളായിട്ട്. ഫസ്റ്റ് എന്താണ്? നോ യുവർ സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ. എക്സാം പാറ്റേണും സിലബസും നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പഠിച്ച് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. പിന്നെന്താണ്? കളക്ട് സഫീഷ്യൻറ്റ് സോഴ്സ്. ബുക്കും കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മാക്സിമം കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യുന്നതെല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഉള്ളതായിരിക്കണം. പിന്നെന്താണ്? സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. നമ്മൾ ബേസിക്സ് ഇല്ലാണ്ട് ഡയറക്റ്റ് എക്സാമിലെ PYQ ഒക്കെ സോൾവ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ലാസ്റ്റ് അത് സ്കോർ ചെയ്യാൻ പറ്റില്ല.
പിന്നെ നമുക്ക് മിസ്റ്റേക്ക് ധാരാളം വരാനും ചാൻസ് ഉണ്ട് ബേസിക്സ് കറക്റ്റ് അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക്സ് സ്ട്രോങ് ആക്കിയിട്ട് വേണം എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെന്താണ് പ്രാക്ടീസ് ടോപ്പിക് വൈസ്. നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് പോകണം. സിലബസ് നോക്കിയിട്ട് ഓരോ ടോപ്പിക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോകണം. ടോപ്പിക്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി നമ്മൾ ക്ലിയർ ആക്കണം ആ ടോപ്പിക്ക്. പിന്നെന്താണ് ഗോ ത്രൂ PYQs. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. SSC JEE എക്സാം അതേപോലെ തന്നെ RRBക്ക് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെന്താണ് അടുത്ത പോയിന്റ് മേക്ക് ഷോർട്ട് നോട്ട്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ PYQ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതണം. പിന്നെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ആ ടോപ്പിക്ക് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ചെറിയൊരു ഷോർട്ട് നോട്ടിൽ അതൊക്കെ എഴുതി വെക്കുക. അതിന് കുറച്ച് ഷോർട്ട് ട്രിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെന്താണ് പ്രാക്ടീസ് മോക്ക് ആൻഡ് അനാലിസിസ് യുവർ മിസ്റ്റേക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ച് മാത്രം കാര്യമില്ല, അത് നമ്മൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കണം. മോക്ക് ടെസ്റ്റ് എഴുതി നോക്കണം. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നില്ല, ചിലപ്പം തീരെ മാർക്ക് നമുക്ക് വരില്ല. അപ്പോൾ നിങ്ങൾ തളരരുത്. എവിടെയാണ് നിങ്ങളുടെ മാർക്ക് പോകുന്നതെന്ന് നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് ആ മാർക്ക് പോകുന്ന ഭാഗം നമ്മൾ പിന്നെയും പഠിച്ചെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി ഫസ്റ്റത്തെ അല്ലെങ്കിൽ 2-3 മോക്കിൽ നമുക്ക് മാർക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാം വിടാനൊന്നും നിൽക്കരുത്. ഡീമോട്ടിവേറ്റീവ് ആവരുത്. നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പഠിക്കണം. ആ ടോപ്പിക്ക് മാക്സിമം രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ എല്ലാവരും കൂടുതൽ മാർക്കും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അല്ലാണ്ട് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഒരു വട്ടം റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാം പോയി എഴുതിയിട്ടുണ്ട് പാസ്സാവണമെന്നുമില്ല, അതേപോലെ തന്നെ നല്ല മാർക്ക് കിട്ടണമെന്നില്ല. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്തെന്താണ് പ്രൊമോഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ജൂനിയർ എഞ്ചിനീയർ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കയറുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവും നമ്മൾ. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിൽ എങ്ങനെയാണ് വരുന്നത്? സാലറി അക്കോർഡിംഗ് ടു 8th പേ കമ്മീഷനാണ് വരുന്നത്. അത് 75K to 80K ആണ് വരിക. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. 3 സ്റ്റേജാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ട്, അതായത് CBT 1. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 CBT 2 ആണ്. പിന്നെ മൂന്നാമത് എന്ന് പറയുമ്പോൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. നമുക്കിവിടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ 2 എക്സാമും പഠിച്ച് ഡോക്യുമെൻറ്റും ക്ലിയർ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജോലി കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് എക്സാം പാറ്റേൺ തന്നിട്ടുണ്ട് CBT 1-ൻ്റെ. നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. മീഡിയം ഓഫ് എക്സാം. എക്സാമിൻ്റെ മീഡിയം വരുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 200 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ടോട്ടൽ മാർക്കാണെങ്കിൽ 200 മാർക്കിനാണ് വരിക. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. പിന്നെ ടൈം ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 2 മണിക്കൂറാണ് CBT 1 എക്സാം ഉണ്ടാവുക. ഇനി നമുക്ക് 5ാമത്തെ പോയിന്റ് നോക്കാം. സബ്ജക്റ്റ് ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ ഓൾറെഡി നോക്കി 3 കോർ സബ്ജക്റ്റ് വരുന്നുണ്ട്. ഏതാണ്? സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്. അത് എത്ര മാർക്കിനാണ് വരിക? കോർ സബ്ജക്റ്റ് 100 മാർക്കിനാണ് ഉണ്ടാവുക. പിന്നെ GA ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ 50 മാർക്കിനുണ്ടാവും. അതേപോലെ തന്നെ റീസണിങ് 50 മാർക്കിനുണ്ടാവും. നമ്മൾ SSC JEE എക്സാം നോക്കുമ്പോൾ കൂടുതൽ സ്കോർ ചെയ്യാൻ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? റീസണിങ് ആണ്. സുഖമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിച്ച് കാണുന്നത്. അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 49 അല്ലെങ്കിൽ 45ൻ്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും. പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് നോക്കുകയാണെങ്കിലോ 1/4 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത എന്താണ് CBT 1-ൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കി നോക്കാം. 2023 നമുക്കിവിടെ തന്നിട്ടുണ്ട്, 2024 തന്നിട്ടുണ്ട്. അൺറിസർവ്ഡ് ആണെങ്കിൽ എന്താണ് വരുന്നത്? 108.16 2023 വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ 2024 122.92 വരുന്നത്. പിന്നെ അതേപോലെ തന്നെ OBC ആണെങ്കിൽ 106.5. 2024 116.82 വരുന്നത്. പിന്നെ അതേപോലെ തന്നെ SC ആണെങ്കിൽ 89.36.
101.85, പിന്നെ അതേപോലെ തന്നെ ST ആണെങ്കിൽ 87.33, 97.83, അതേപോലെ തന്നെ EWS 98.91, 109.2 ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത എന്താണ്? നമുക്കിവിടെ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. റീസണിങ്, ഈസി ആൻഡ് മാർക്ക് സ്കോറിങ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, SSC JEE എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ റീസണിങ് വളരെ എളുപ്പമുള്ളതായിരിക്കും. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏകദേശം 50ൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റീസണിങ് പഠിക്കണം. പിന്നെന്താണ്? നോട്ട് ഫോക്കസ് ഓൺ കട്ട് ഓഫ്, ഫോക്കസ് ഓൺ യുവർ എഫിഷ്യൻസി. ഇപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കട്ട് ഓഫ് നോക്കരുത്. 150 കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നമുക്ക് എന്ത് ചെയ്യണം? ചെയ്ത ക്വസ്റ്റ്യൻസ് എത്രയാണോ അത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരിക്കണം. 100% ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പഠിക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. പിന്നെ GK നോക്കുമ്പോൾ വലിയൊരു ടോപ്പിക്കാണ്, കുറേ കാര്യങ്ങളുണ്ടാവും നമുക്ക് GKയിൽ പഠിക്കാൻ. പക്ഷെ നമ്മളെന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? മെയിനായിട്ട് എല്ലാം നമ്മളെ കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മാക്സിമം എങ്ങോട്ട് ഫോക്കസ് ചെയ്യണം? ജിയോഗ്രാഫിയിൽ ഫോക്കസ് ചെയ്യണം, സയൻസിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ അതേപോലെ തന്നെ എക്കണോമിക്സ് നോക്കണം. പിന്നെ കറണ്ട് അഫെയർ നോക്കിയാൽ നമുക്ക് ഒരു 25ൻ്റെ മുകളിൽ എവിടെ നിന്ന് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും? GK സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയർ നോക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് മന്ത്ലി കറണ്ട് അഫെയർ എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മന്ത്ലി മാഗസീന് നിങ്ങൾ കറണ്ട് അഫെയറിനെ കുറിച്ച് റെഫർ ചെയ്യേണ്ടതാണ്. ഇനി പിന്നെന്താണ്? ടെക്നിക്കൽ ഹൈ വെയിറ്റേജ് സബ്ജക്റ്റ് മോർ ഫോക്കസ്. അതായത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഏത് സബ്ജക്റ്റിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നത്. 100 മാർക്കിനാണ് ടെക്നിക്കൽ വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ ടോപ്പിക്ക് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണെങ്കിലും, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണെങ്കിലും, പിന്നെന്താണ് സിവിൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ കുറേ ടോപ്പിക് ഉണ്ടല്ലോ. 4 കൊല്ലത്തെ ടോപ്പിക്ക് വരും, അല്ലെങ്കിൽ 3 കൊല്ലത്തെ ടോപ്പിക്ക് വരും നമുക്ക് പഠിക്കാൻ, കുറേ ടോപ്പിക്കുകളായിട്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റുകൾ മാക്സിമം ക്ലിയർ ആക്കി വെക്കുക. വെയിറ്റേജ് കുറഞ്ഞ സബ്ജക്റ്റ് നമ്മൾ അധികം ഫോക്കസ് കൊടുക്കണ്ട, എന്നാലും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റിന് നമ്മൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ്. പിന്നെന്താണ്? ചാപ്റ്റർ കംപ്ലീറ്റ് ആൻഡ് ക്ലിയർ കൺസെപ്റ്റ്. നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ്, ഇപ്പം വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ ചാപ്റ്ററിലും നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യണം. പിന്നെന്താണ്? നമുക്ക് ഡൗട്ടൊന്നും വരാൻ പാടില്ല, കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം. പിന്നത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഷോർട്ട് നോട്ട്, PYQ ടൈം ആഡ് ന്യൂ പോയിന്റ്സ്. നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കണം ഓരോ സബ്ജക്റ്റിനും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾ വിട്ടുപോയ പോയിന്റുകളൊക്കെ ഉണ്ടാവും എന്തായാലും. ആ വിട്ടുപോയ പോയിന്റൊക്കെ നമ്മൾ ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക. ഡിഫിക്കൽട്ടായിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വേറൊരു കളറിൽ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെന്താണ്? സോൾവ് ചാപ്റ്റർ ബേസ്ഡ് PYQs. നമ്മൾ ഓരോ ചാപ്റ്റർ ബേസിലുള്ള മാക്സിമം PYQ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്ററിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാം ഉണ്ടാവില്ല, സ്റ്റേറ്റ് വൈസിൽ നടക്കുന്നത്. അതിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പിന്നെന്താണ്? ആഫ്റ്റർ കംപ്ലീറ്റ് സിലബസ് റിവിഷൻ. നമ്മൾ സിലബസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഷോർട്ട് നോട്ടും കാര്യങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ റിവിഷൻ ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് SSC JEE എക്സാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.